ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ ഹസീന യൂനസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും നമുക്ക് കഴിക്കാം. റാഗി ചക്കടയാണ് ഇവിടെ കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എലടയുടെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടാവും. അത് മെൽറ്റാക്കാൻ അവിടെ വെച്ചു. പിന്നെ മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ചക്ക സീഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്കക്ക് അധികം മധുരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ 2 കപ്പ് എടുത്തിട്ടുള്ളത്. മധുരമുള്ള ചക്ക എന്ന് വെച്ചാൽ 1 കപ്പ് മതിയാവും. ഇനി ചക്ക അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചക്കയിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അതേ ഇപ്പോൾ നല്ല രീതിക്ക് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരില്ലാതെ അരച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കണം. ആ ബൗളിലേക്ക് 2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ചക്ക നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നനവ് മതിയോ എന്നുള്ളത്. അപ്പോൾ കുറവായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ കുറച്ചും കൂടി ചക്കയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഗീ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ നല്ലോണം കുഴയും വേണം. കുറച്ച് ലൂസായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. ടൈറ്റിൽ കുഴച്ച് കൊടുക്കരുത്. നല്ല കുറച്ച് ലൂസായിട്ട് കുഴച്ച് കൊടുക്കുക. കണ്ടിലിപ്പം മാവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ കുറച്ച് ലൂസായിരിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചക്കയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ചക്കയുടെ മിക്സ് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര ഉരുകി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നാളികേരം ചെരുവേത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയിൽ കല്ലൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി 2 ചെറുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചക്കയുടെ മിക്സ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ നാളികേരത്തിൻ്റെ മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലുള്ള വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം ഒരു 1/4 സ്പൂണ് ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ചിലർക്ക് ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകവും അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചറിൻ്റെ പൊടിയും യൂസ് ചെയ്തത്. ഒരു കഷ്ണം വാഴയില എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്താണ്. അതിന് ശേഷം നമ്മൾ അടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായില്ല, അതിൽ നിന്ന് ഒരു ഉണ്ട എടുത്തിട്ട് നല്ലോണം ഇലയിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കുക. ഒട്ടും കട്ടില്ലാതെ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് കുറച്ച് ലൂസായിരിക്കണം എന്ന് പറഞ്ഞത്. ലൂസായിരിക്കുമ്പോഴാണ് ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. തിക്കുണ്ടായി അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഇല മൊത്തം ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ തേങ്ങ മിക്സില്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഒരേപോലെ ആവുന്ന രീതിയിൽ പരത്തി കൊടുക്കുക കേട്ടോ. അതും തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി വെക്കുക. അടുത്ത ഇലയും എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ പരത്തി എടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ഇലയിലും ഞാൻ ഇതുപോലെ തന്നെ അട പരത്തി എടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ റാഗിപ്പൊടിയിൽ നമ്മൾ ഈ ചക്കയുടെ മിക്സ് ഒഴിച്ചുള്ളതിനും നല്ല ഫ്ലേവറുണ്ട്. അതുപോലെ തന്നെ ഫില്ലിങ്ങിലും നമ്മൾ ചേർത്തിരുന്നല്ലോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഫില്ലിങ്ങിലായാലും അതുപോലെ തന്നെ റാഗിയുടെ പൊടിയിലായാലും നല്ല ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഫില്ലിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് എല്ലാവരുടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ
നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ എനിക്കൊരു 7 അട കിട്ടിയിരുന്നു കേട്ടോ. ഒരു 20-25 മിനിറ്റോളം ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടു, പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്തു. അപ്പോൾ ഇതേ നമ്മൾ അട ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, തുറക്കുമ്പോൾ അറിയാൻ പറ്റും, കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഗീയൊക്കെ ഇട്ട് കുഴച്ചുള്ള കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ മുറിച്ച് കാണിക്കുകയാണ്. അപ്പോൾ റാഗി ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. ഇപ്പോൾ ചക്കില്ലെങ്കിൽ ബനാന വെച്ചിട്ടായാലും നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേ കഴിച്ച് കാണിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തിയാണ്, റാഗി ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. നമ്മൾ ശർക്കരയൊക്കെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്, പഞ്ചസാര ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടയിലെ ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. ചക്ക തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഫില്ലിങ്ങിൽ പഴം വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ല, പഴം വെച്ചിട്ട് ഞാൻ ട്രൈ ആക്കിയിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെയും ഇതേപോലെ തന്നെ വീഡിയോ പിന്നെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.